CAT-യും CAT-ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഇതിന്റെ ഉത്തരം തേടി ഞാൻ എത്തിയിരിക്കുന്നത് കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷനിലാണ്. എന്താണ് വ്യത്യാസം? രണ്ടും തമ്മിൽ എൻ്റെ ഒരു ഡിഫറെന്റ് ആണ്. രണ്ടും സെയിം ഒരു യാതൊരുവിധ ബന്ധവുമില്ല. ഒന്ന് എന്ന് പറഞ്ഞാൽ കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, നമ്മൾ MBA ഒക്കെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരുന്ന സംഭവമാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് കോഴ്സാണ്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ഒരു 6 മാസം ഡ്യൂറേഷനുള്ള ഒരു അക്കൗണ്ടിങ് കോഴ്സാണ്. അതിന്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇൻ അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ ആണെങ്കിൽ നമ്മളൊരു സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് CAT എന്ന് വിളിക്കും, CAT എന്ന് വിളിക്കും. പക്ഷേ ഇപ്പൊ ഒരുപാട് അക്കൗണ്ടിങ് കോഴ്സുകൾ ഉണ്ട്. പല വിധത്തിലുള്ള, പല പേരുകളിലുള്ള, പല ഡ്യൂറേഷനിലുള്ള അക്കൗണ്ടിങ് കോഴ്സുകളിൽ നിന്ന് CAT എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? സിംപിളി പറയുകയാണെങ്കിൽ ഇപ്പോ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ കുറെ അക്കൗണ്ടിങ് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യും, അക്കൗണ്ടിങ് കോഴ്സ് കൊടുക്കും. ആക്ച്വലി എന്ന് പറഞ്ഞാൽ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു അക്കൗണ്ടിൽ എന്നുള്ള ഡെഫിനേഷനിൽ വരാം ഇന്ത്യൻ CA-ക്കാരും ഇന്ത്യൻ CMA-ക്കാരാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു 6 മാസത്തെ ഒരു അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചാലും ഓരോ എന്തായിട്ട് മാറി, അക്കൗണ്ടന്റ് ആയിട്ട് മാറി. അപ്പൊ അതിന് യാതൊരുവിധ വാല്യൂ കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ സിംപിളി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഇപ്പൊ പല സ്ഥാപനങ്ങളിൽ നിന്ന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവരതിന്റെ ഓണറിന്റെ പേര്, ഇപ്പൊ സ്ഥാപനത്തിന്റെ പേരടിച്ചിട്ട് അതിന്റെ ഓണർ ഒപ്പിട്ട് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് എന്ത് ചെയ്യുക, കൊടുക്കാൻ. അതൊരു ആസ് എ എംപ്ലോയർ എന്ന ലെവലിൽ നമുക്ക് പറയാൻ പറ്റും അത് എവിടെയും ആക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പൊ പല സർട്ടിഫിക്കറ്റ് നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ എംബസി എന്ത് ചെയ്യണം, അറ്റസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന് ഞാനും നിങ്ങളും കൂടി ഒരു ഒപ്പിട്ട് കൊടുത്തതിനാൽ അതൊന്നും എവിടെ എന്ത് ചെയ്യില്ല, ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അവിടെയാണ് CAT എന്ന കോഴ്സിന്റെ പ്രാധാന്യം. കാരണം CAT എന്ന കോഴ്സ് കൊടുക്കുന്നത് കാറ്റലിസ്റ്റോ കാറ്റലിസ്റ്റായിട്ട് യാതൊരുവിധ ബന്ധവും, നമ്മളതിന്റെ കോച്ചിങ് ആണ് കൊടുക്കുന്നത്. അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നത് ICA എന്നൊരു ബോഡിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ CA കൊടുക്കുന്നത് ICA എന്നുള്ള ബോഡിയാണ്, ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആണ്. CMA കൊടുക്കുന്നതും ICA ആണ്, കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ഈ 6 മാസത്തെ കോഴ്സ് കൊടുക്കുന്നത് ICA എന്നുള്ള ബോഡിയാണ്, കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്ന ബോഡിയാണ്. ഇപ്പൊ സിംപിളി പറയുകയാണെങ്കിൽ CMA എന്ന കോഴ്സിന് ആരാണോ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, CAT എന്ന കോഴ്സിനും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും CAT-യെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള വേറൊരു കാര്യം, പെട്ടെന്നൊന്നും സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നുള്ളതാണ്. അത് ഞാൻ സിംപിൾ ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പൊ 2 പേര്, ഒരു കുട്ടി CAT എന്നുള്ള കോഴ്സിന് വന്നു, ഒരു കുട്ടി വേറൊരു അക്കൗണ്ടിങ് കോഴ്സിന് വേറെ സ്ഥാപനത്തിലും പോയി. അതിന്റെ നെറ്റ് എഫക്ട് നമ്മൾ 6 മാസം ഡ്യൂറേഷൻ, 6 മാസം കഴിഞ്ഞാൽ ഈ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയ ഒരു കുട്ടിക്ക് സ്പോർട്ടിന് സർട്ടിഫിക്കറ്റ് കിട്ടും. കാരണം അതിന്റെ ഓണർ ഒപ്പിട്ട് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ഒരു 30 രൂപയാണ് ഒരു ഡിസൈനറും ഉണ്ടെങ്കിൽ ഒരു 30 രൂപ പ്രിന്റിംഗ് കോഴ്സ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതിന്റെ ഓണറിന് ഒപ്പിട്ട് എന്ത് ചെയ്യാം, സർട്ടിഫിക്കറ്റ്, കൺഗ്രാജുലേഷൻസ്, അക്കൗണ്ടന്റ് ആണ്, തേങ്ങയാണ് ഒക്കെ പണ്ട് സിംപിളി പറയാൻ ആ രീതിയിൽ എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് കൊടുക്കും. പക്ഷെ നേരെ മറിച്ചിട്ട് നമുക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. കാരണം കാറ്റലിസ്റ്റ് അല്ല എന്ത് ചെയ്യുന്നത്, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ അതിനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കലാണ്. കാരണം ഒരു നോർമൽ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ ഒരാൾക്ക് ഡിഗ്രി കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യില്ല, സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊന്നും കിട്ടൂല. ഡെഫിനറ്റ്ലി അതിനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്, സർട്ടിഫിക്കറ്റ്സിനുള്ള ഡോക്യുമെന്റേഷൻ നമ്മൾ അയക്കണം. അപ്പൊ ആ ഒരു കാല താമസം എന്ത് ചെയ്യും, എല്ലാ സർട്ടിഫിക്കറ്റും ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാൻ വൈകുന്നുണ്ടെങ്കിൽ പോലും താൽക്കാലിക ആവശ്യത്തിന്, താൽക്കാലിക ആശ്വാസത്തിന് പ്രൊവിഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. അത് ഇവിടെ CAT അങ്ങനെ ഉണ്ടാവും. നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷെ ഇനി വരുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം പല കുട്ടികളും ജോബിനുമായി ബന്ധപ്പെട്ടിട്ട് പല സ്ഥലത്തും പോകുന്ന ആവശ്യത്തിന് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി വരുന്ന കുട്ടികൾക്ക്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജനുവരിയിലാണ് അവരുടെ ഫസ്റ്റ് ലെവൽ എക്സാം ഉണ്ടാവുക. ജനുവരിയിൽ ഫസ്റ്റ് ലെവൽ എക്സാം കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊവിഷൻ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, ഇവിടുന്ന് ഇഷ്യൂ ചെയ്യും. അത് കഴിഞ്ഞ് വിത്തിൻ 1 month കൊണ്ട് ടാലിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്കൻഡ് ലെവൽ എക്സാം കഴിഞ്ഞ് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർട്ടിഫിക്കറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നോർമൽ. വേറൊരു സംശയമാണ്, അക്കൗണ്ടിങ്ങിന്റെ ABCD അറിയാത്ത ആൾക്കാർക്ക് ഈ CAT പഠിക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം മിനിമം ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് വേണ്ട. നമ്മൾ +2 കൊമേഴ്സ് പഠിച്ച ആൾക്കല്ലേ CAT പഠിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഇത് ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് പഠിക്കാൻ പറ്റും. കാരണം ഇതൊരു ടഫ് കോഴ്സ് അല്ല, ഇതൊരു ജോബ് ഓറിയന്റഡ് കോഴ്സാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പൊ CMA-യുടെ സിലബസ് ഒക്കെ, CA-യുടെ സിലബസ് ഒക്കെ നല്ല വൈഡാണ്. അപ്പൊ അതിൽ നിന്നൊരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിലബസ് ആണ്. കാരണം ഇതിലൊരു 50% തിയറിയും ബാക്കി 50%ഓളം ലാബാണ്. ഈ ടാലി ആണെങ്കിലും എക്സൽ ആണെങ്കിലും SAP ആണെങ്കിലും GST ഫയലിംഗ് റിട്ടേൺ അതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക ഇതിൽ പഠിക്കാനുള്ളത്. അപ്പൊ അതിലൊരിക്കലും ഒരു കൊമേഴ്സ് ആവണമെന്നില്ല. സയൻസ് പഠിച്ചിട്ടും പഠിക്കാം, ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ടും പഠിക്കാം. അതിനുള്ള ബേസ് ക്ലാസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ചെയ്തിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതായത് നമ്മുടെ CAT-യിൽ വരുമ്പോൾ അക്കൗണ്ടിങ്ങിന്റെ ഒരു ബേസിക്സ് അടക്കം പഠിച്ചു തുടങ്ങും. ഇവൻ കുട്ടികൾ 10ാം ക്ലാസ്സിൽ ഒരു കുട്ടി എങ്ങനെയാണോ ഒരു കൊമേഴ്സ് പഠിക്കുന്നത് അത് ഇവൻ ഡെബിറ്റ് ക്രെഡിറ്റ് അടക്കം ചെയ്തു നമ്മൾ ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കും. നല്ല കാര്യം ഉണ്ടാവുള്ളൂ. കാരണം കുട്ടികൾക്ക് കോളേജ് ലൈഫ് ഒക്കെ അടിച്ചു പൊളിച്ച് വരുന്നില്ല. തീർച്ചയായിട്ടും. ഈ CAT പഠിച്ചു കഴിഞ്ഞാൽ എത്രത്തോളമാണ് നമുക്ക് ഇപ്പൊ നിലവിലൊരു ജോലി സാധ്യത ഉള്ളത് മാർക്കറ്റിൽ? ജോലി സാധ്യത ഒരു ഫിനാൻസ് ജോബ് എന്നുള്ള ഒരു സേഫ് ജോബാണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ സെക്ടറിലും എന്തുണ്ട്, ഒരു ഫിനാൻസിനാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു മെഡിക്കൽ കോഴ്സ് പഠിച്ച ഒരാൾക്ക് ഒരിക്കലും IT കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നേരെ മറിച്ചിട്ട് ഒരു ഫിനാൻസ് പഠിച്ച ഒരാൾക്ക് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുക, ഇവൻ കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യുക, എഡ്യൂക്കേഷനിലും ഹോസ്പിറ്റലും, ഇവൻ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്, അവിടെ എന്തുണ്ടാവും, ഒരു അക്കൗണ്ടന്റ് ആവശ്യമുണ്ടാവും. അപ്പൊ എല്ലാ സ്ഥലത്തും ഉണ്ട്
ഈ ജോബ് സാധ്യത എന്ത് ചെയ്തിട്ടുണ്ട് ഉണ്ട്. അപ്പൊ അതിലെ നോളേജ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജോബ് സാധ്യത എന്ത് ചെയ്യും, കൂടുതൽ കിട്ടും. ബാക്കി അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ അവന്റെ കഴിവാണ്. ഓനിക്ക് അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ സാലറി ഡബിൾ ആക്കണോ ട്രിപ്പിൾ ആക്കണോ എന്നുള്ളത് അവന്റെ കഴിവാണ്. ഓൻ അതിനനുസരിച്ചിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് എന്ത് ചെയ്യും, എക്സ്പീരിയൻസും കാര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അവന്റെ സാലറി അവർക്ക് ഡിമാൻഡ് ചെയ്യാം. നേരെ മറിച്ചിട്ട് ഒന്നും ചെയ്തിരിക്കില്ല വെറുതെ കുത്തിരിക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂ, അതിന്റെ ഓണർ തീരുമാനിക്കും എനിക്ക് എപ്പോൾ കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ എല്ലാ മേഖലയിലും അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഈ മേഖലയിൽ ജോലി സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും ഇത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മോഹൻലാൽ പറഞ്ഞതുപോലെ എനിക്ക് കിട്ടുന്നില്ല. ഇപ്പൊ വേറെന്തോ കോഴ്സ് ചെയ്യാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ പഠിക്കാൻ പറ്റുമോ നമുക്ക്? ഓഫ് കോഴ്സ് CAT എന്നുള്ള ഒരു സിമ്പിൾ ഒരു ഇതിന്റെ എക്സാമിന്റെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ആണ്. മൈനസ് മാർക്ക് ഒന്നുമില്ല, ജസ്റ്റ് ABCD അതാണ് ഇതിന്റെ ആൻസേഴ്സ് ഉണ്ടാവും. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം എല്ലാവർക്കും പാസ്. കാരണം ഒരിക്കലും ഇത് CMA പോയോ CA പോയി ടഫ് ആക്കിയിട്ട് ആരും എടുക്കൂല, എല്ലാവരും എന്ത് ചെയ്യും വേണ്ടോ നോക്കും. അപ്പൊ ഇത് പക്കാ സിമ്പിൾ ആണ്. ഒരു നമ്മൾ തന്നെ ഒരു 1000 കുട്ടികൾ എഴുതി കഴിഞ്ഞാൽ ഒരു 4 കുട്ടികളൊക്കെ ഫെയിൽ ആവുള്ളൂ. അപ്പൊ അതിന്റെ സീരിയസ്നെസ് നോക്കിയാൽ മതി. അപ്പൊ അത്രയും എന്താണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെന്തില്ല മീൻസ് ഇനി ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. ആ ഓൺലൈനോട്ട് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ആഴ്ചയിൽ 3 to 4 days ആണ് ക്ലാസ് ഉണ്ടാവും. അപ്പൊ പല കുട്ടികളും ഒരു 3-4 ദിവസം പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടുണ്ട് ഇവിടെ പഠിച്ചു വരുന്ന കുറെ കുട്ടികൾ നമുക്ക് പല ഏരിയ ഒന്നും കേരളത്തിന്റെ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഹോസ്റ്റലിൽ നിന്നിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. നമ്മളിപ്പോ ആഴ്ചയിൽ 3-4 ദിവസം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിക്കണ്ട. ഇല്ല, ഇത് ലാബ് ഓറിയന്റഡ് അല്ലേ, കമ്പ്യൂട്ടറിന് മുന്നിൽ അധികം കമ്പ്യൂട്ടർ മുന്നിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കാൻ പറ്റില്ല. ജോലി കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കണം. അല്ല, അവിടെ വേറെ സംഭവം ഉണ്ട്. അവിടെ കുട്ടിക്ക് പൈസ കിട്ടും. പൈസ കിട്ടുന്നോണ്ട് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും എന്ത് ചെയ്യും നിൽക്കൂ. ഇപ്പൊ നമ്മളൊരു ദിവസം ഒരു 4 മണിക്കൂർ വെച്ച് മേബി ഒരു ആഴ്ചയിൽ ഒരു 10-16 മണിക്കൂർ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 6 മാസം കൊണ്ട് ഒരാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പഠിക്കാൻ വളരെ എളുപ്പമുള്ള ഒരുപാട് ജോലി സാധ്യതയുള്ള ഈ CAT പഠിക്കാൻ എക്സ്പെൻസീവ് ആണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എക്സ്പെൻസീവ് നമുക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന പല കുട്ടികളാണ്. കാരണം ഒരിക്കലും ഒരു ഹ്യൂജ് ഇതൊന്നല്ല. കാരണം ഇതിൽ നമുക്ക് എല്ലാം പഠിക്കാനുണ്ട്. കാരണം SAP, ടാലി, എക്സൽ, ഈവൻ സ്പോക്കൺ ഇംഗ്ലീഷ് അടക്കം നമുക്ക് പഠിക്കാനുണ്ട്. ഒരു കമ്പനി കയറിക്കാൻ അറിഞ്ഞിരിക്കുന്ന കുറെ നിയമങ്ങളുണ്ട്, അത് പഠിക്കാൻ. ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത് പറഞ്ഞാൽ ഓഡിറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുക, ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. അതിന്റെ ലാബ് ഫെസിലിറ്റീസ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു നോർമൽ ഫീസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഹ്യൂജ് ഫീസ് ഒന്നും ഇല്ല ഈ കോഴ്സിന് പഠിക്കാൻ. ഇനി ആൾക്കാർക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോഴ്സ് പഠിച്ചാൽ എത്ര സാലറി കിട്ടും എന്നുള്ളതാണ്. അത് ഞാനിപ്പോ വായു കൊണ്ട് ഇപ്പൊ 10,000 കിട്ടും 20,000 കിട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യണോ, പ്രൂഫ് വേണം. അപ്പൊ ഇതിപ്പോ എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിപ്പോ ICMA വെബ്സൈറ്റില് വന്നൊരു പ്ലേസ്മെന്റ് ആണ്. അപ്പൊ അതിൽ വരുന്നത് CAT ക്വാളിഫൈഡ് ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. 15,500 ആണ് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്. 30,000 രൂപ വരെയാണ് പാക്കേജ്. എന്നുവെച്ചാൽ ഒരു നോർമൽ ഒരു MBA കാർക്ക് MCOM കാർക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ജോബ് കൺസൾട്ടൻസിൽ വിളിച്ചാൽ നമുക്ക് മനസ്സിലാവും 10,000-12,000 ഒക്കെയാണ് എന്ത് ഉണ്ടാവുക. അപ്പൊ ഒരു പ്രൊഫഷണൽ ആയിട്ട് പഠിച്ച ഒരു അക്കൗണ്ടന്റ് പഠിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അത്രയും ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്തിട്ടുണ്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ CAT എന്നുള്ള കോഴ്സിനെ കുറിച്ച് പല സ്ഥലത്തും കുറച്ച് കേട്ടതല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് എനിക്കും അറിയില്ലായിരുന്നു. ഇന്നത്തെ ദിവസം താങ്കളാണ് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു തന്നത്. താങ്ക് യു സോ മച്ച്, വളരെ നീറ്റായിട്ട് പറഞ്ഞു തന്നു. അപ്പൊ ഒരു അക്കൗണ്ടിങ് പ്രൊഫഷൻ നോക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് CAT. നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്.